ഇവിടെ ജോസ് നെല്ലേടത്തിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? കാരണം 2 ദിവസം മുൻപ് ദീപക് കാണുമ്പോൾ അദ്ദേഹം വളരെ സൗമ്യനായി സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിൽ തങ്കച്ചന്റെ ഭാഗത്ത് നിന്ന് തങ്കച്ചൻ ആരോപണം ഉന്നയിച്ചത് ആർക്കൊക്കെ എതിരെയാണ്? സുജയ പാർവതി, ഈ ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ജോസ് നെല്ലേടവുമായി സംസാരിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് വ്യക്തമാണ്. ഈ ജനപ്രതിനിധി എന്ന നിലയിൽ പല കാര്യങ്ങളും പോലീസിനെ അറിയിക്കാറുണ്ട്. മുൻപൊക്കെ ഇത്തരത്തിൽ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ലഹരി വിമുക്തമാക്കുന്ന അതിൻ്റെ ഭാഗമായുള്ള പല പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുമായി യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ല, തന്നെ മനഃപൂർവ്വം കോൺഗ്രസിലെ വിഭാഗീയതയെ തുടർന്ന് കൊടുക്കാനുള്ള രീതിയിലേക്കുള്ള ഇടപെടലുകളൊക്കെ പല ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ള രീതിയിലൊക്കെ പ്രതികരണം നമുക്ക് ലഭിച്ചതാണ്. ഏതായാലും ദുഃഖകരമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. ജോസ് നെല്ലേടത്തെ ഇന്ന് അല്പം മുൻപാണ് വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് മൃതദേഹം. അല്പസമയത്തിനുള്ളിൽ പുൽപ്പള്ളിയിൽ നിന്ന് പോലീസ് സംഘം എത്തും. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോവുക. ഇപ്പോൾ എന്നോടൊപ്പം ഈ ജോസ് നെല്ലേടത്തിൻ്റെ സഹോദരനും ബന്ധുക്കളുമൊക്കെ ചേരുന്നുണ്ട്. ചേട്ടാ, ഈ തങ്കച്ചൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു ആരോപണ വിധേയനായിരുന്നു ജോസേട്ടൻ. അതിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് നിങ്ങളുടെ അറിവ്? പുള്ളിക്ക് മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വന്നത് എന്ന് പറഞ്ഞാൽ, പുള്ളി ഇത് ചെയ്യാത്ത സംഭവമാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം അതിനെ തുടർന്ന് അയൽവാസികളും പാർട്ടിക്കാരും എല്ലാം ആണെങ്കിൽ പുള്ളി ഒരാഴ്ചയായിട്ട് ഭയങ്കരമായ രീതിയിലുള്ള ഭീഷണിയായിരുന്നു. കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് വഴക്കാണ് ഇന്ന് ഈ നെല്ലേടത്തെ ജോസ് എന്ന് പറഞ്ഞ, അതായത് നല്ലൊരു കഴിവുള്ള, ഇതേപോലെ ഒരു കഴിവുള്ള ഒരു മെമ്പറിനെ 2ാം വാർഡിനെ അല്ലെങ്കിൽ മുള്ളംകൊല്ലി പഞ്ചായത്തിന് കിട്ടിയിട്ടില്ല. നാടിന് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യനായി നെല്ലേടത്തെ ജോസ്. അതിലെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഇടയ്ക്ക് അവനെ ബലിയാടാക്കുകയായിരുന്നു. അങ്ങനെ അവനെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ സൈബർ ആക്രമണമായിരുന്നു ഈ കുറച്ച് ദിവസമായിട്ട്. സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവൻ ചെയ്തതാണ്. അതല്ലാതെ ഇതിൻ്റെ അകത്ത് അവൻ ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനാണ്. കാരണം തെറ്റ് ചെയ്തവനാണെങ്കിൽ അവനത് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവും. ഇത് തെറ്റ് ചെയ്യാത്തവനെ ക്രൂശിച്ച് അവനെ കൊന്നു കളഞ്ഞതാണ് ശരിക്കും പാർട്ടിക്കാർ. പറയാനില്ല. സുജയ, അതായത് നമുക്കടക്കം അദ്ദേഹത്തെ പറ്റി മറിച്ചൊരു അഭിപ്രായമില്ല. പല വിഷയങ്ങളിലും നമ്മളൊക്കെ സ്ഥിരമായി സമീപിക്കുന്ന ഒരാളാണ് ജോസേട്ടൻ. ജനകീയനായ ഒരാളാണ്, ജനകീയമായ പല വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്. പക്ഷേ കോൺഗ്രസിലെ വിഭാഗീയതയെ തുടർന്ന് അത് പരിഹരിക്കാൻ പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല. ഒപ്പം ജില്ലാ നേതൃത്വം അടക്കം തികഞ്ഞ പരാജയമായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു സംഭവം നേരത്തെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ ഈ ഒരു ദുഃഖകരമായ വാർത്തയിലേക്കാണ്. നേരത്തെ ജോസേട്ടനുമായി നമ്മൾ സംസാരിച്ച സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കാനാട്ടുമല തങ്കച്ചൻ്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും മദ്യവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുപോയി എത്തിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അറിവില്ല. പക്ഷേ പോലീസിന് വിവരം നൽകിയിരുന്നു. അത് സാധാരണഗതിയിൽ ജനപ്രതിനിധി നൽകുന്ന ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ നേരത്തെയും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലഹരികളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പ്രതികരണമുണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബവും പറയുന്നതാണ്, മനം നൊന്ത് തന്നെയാണ് ഈ കോൺഗ്രസിലെ വിഭാഗീയത പരിഹരിക്കുന്നതിൽ കോൺഗ്രസിലെ നേതാക്കൾ ഉൾപ്പെടെ, വയനാട് DCG പ്രസിഡന്റ് ND അപ്പച്ചൻ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലും നടത്തിയില്ല. കഴിഞ്ഞ ജൂലൈയിൽ മുള്ളംകൊല്ലിയിൽ തെരഞ്ഞെടുപ്പ് പുനരവലോകന യോഗത്തിനിടയ്ക്ക് MD അപ്പച്ചന് മർദ്ദനമേറ്റിരുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ തുടർച്ചയായാണ് ഈ കാനാട്ടുമല തങ്കച്ചൻ്റെ വീട്ടിൽ സ്ഫോടക വസ്തു കൊണ്ട് എത്തിച്ചത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വിവരങ്ങൾ കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വിഭാഗീയത കോൺഗ്രസിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. നേരത്തെ തന്നെ നേതൃത്വം ഇടപെട്ട കൃത്യമായി ഇത് പരിഹരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും കറകളഞ്ഞ ഒരു കോൺഗ്രസിൻ്റെ ഒരു അനുഭാവിയായിട്ടുള്ള ഒരാൾക്ക്, ഒരു നേതാവായിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ ജീവൻ പൊലിയുന്നൊരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഇപ്പോഴും ബന്ധുക്കൾ ഇവിടെ നിന്ന് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസ് അല്പനിമിഷത്തിനുള്ളിൽ ഇവിടെ എത്തും. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക. സുജ.